മലപ്പുറം തിരൂരങ്ങാടിയിൽ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പരസ്യമായി കത്തിച്ചു. ഇടതുപക്ഷത്തിന് വോട്ടഭ്യർത്ഥിച്ച പരസ്യം പ്രസിദ്ധീകരിച്ചതാണ് പത്രം കത്തിക്കാൻ കാരണം. പത്രം കത്തിച്ചത് മുസ്ലിം ലീഗ് എന്ന ഇടതുപക്ഷവും ആരോപണം നിഷേധിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. സമസ്തയുടെ വോട്ട് ചോർത്താൻ ഇടതുപക്ഷം പൊന്നാനിയിൽ ഊർജ്ജശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സംഭവം. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം തിരൂരങ്ങാടിയിൽ ഒരു കൂട്ടം ആളുകൾ പരസ്യമായി കത്തിക്കുകയായിരുന്നു. ഇടതുപക്ഷമില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിട പൗരന്മാരാകുമെന്ന് പറഞ്ഞ് വോട്ടഭ്യർത്ഥിക്കുന്ന പരസ്യമാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. ഇതാണ് പത്രം കത്തിക്കാൻ കാരണമായത്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സമസ്തയുടെ മുഖപത്രം കത്തിച്ചതെന്ന് പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. സുപ്രഭാതം പത്രം തെരുവിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ്, തെരുവിൽ കത്തിക്കുകയാണ്. എവിടേക്കായി പോകുന്ന കാര്യം അപലപനീയമാണത്, അപലപനീയം. എങ്കിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക പത്രം പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ UAE നിന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ഗൾഫിൽ എന്ന ദിവസം ചന്ദ്രികയിൽ അല്ലേ? അപ്പോൾ ചന്ദ്രിക കത്തിക്കണ്ടേ? എന്നാൽ ആരോപണം നിഷേധിച്ച മുസ്ലിം ലീഗ് നേതൃത്വം പത്രം കത്തിച്ച വ്യക്തിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു. അതേസമയം മുഖപത്രം കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി സമസ്തയുടെ യുവജന വിഭാഗം SKSSF രംഗത്തെത്തി. സംഘടനയെ ശക്തിപ്പെടുത്തുന്ന പത്രം തകർക്കാനുള്ള ഹീനശ്രമമാണ് നടക്കുന്നതെന്ന് SKSSF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ഇരു നേതൃത്വത്തിനും തലവേദനയാവുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം.